ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന്, സ്വലാത്ത് എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി ഇങ്ങനെ പറയുന്ന അള്ളാഹിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ആ രീതിയിലുള്ള സ്വലാത്താണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സാധുക്കളായ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പടച്ചോനെ, ആ സ്വലാത്തിന്റെ യഥാർത്ഥ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ പറയുമ്പോ പടച്ചോനെ നീ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചെയ്യണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേവല അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. പിന്നെ പടച്ചവനെ, നിന്റെ ഹബീബിന് ദ്വാരക്കാനൊന്നും ഞങ്ങൾക്ക് അറിയൂല, നിന്റെ ഹബീബിന് നീ ഗുണം ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോ ഞങ്ങൾ സാധുക്കൾ അത് പറയാൻ അർഹരല്ല. എങ്ങനെയാണ് നീ നിന്റെ ഹബീബിന് ഗുണം ചെയ്യേണ്ടതെന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയൂല, ഞങ്ങൾ അശക്തരാണ്. അതുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള യഥാർത്ഥ അർത്ഥം പടച്ചവനെ